കോഴിക്കോട് താമസിക്കുന്ന പാകിസ്ഥാൻ പൗരത്വമുള്ള 3 പേർക്ക് രാജ്യം വിടാൻ നോട്ടീസ്. കൊയിലാണ്ടി സ്വദേശി ഹംസയ്ക്കും വടകര സ്വദേശികളായ 2 പേർക്കുമാണ് നോട്ടീസ് ലഭിച്ചത്. പാക് പാസ്പോർട്ടുള്ള ഹംസ 2007 മുതൽ കേരളത്തിൽ സ്ഥിര താമസക്കാരനാണ്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ബെൻസൺ ബാബു ചേരുന്നു. ബെൻസൺ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഞ്ചഞ്ച് പാക് പൗരന്മാർ ഇന്ത്യ വിടാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയതോടുകൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നോട്ടീസ് കോഴിക്കോട് ജില്ലയിലെ 3 ആളുകൾക്ക് ലഭിച്ചിരിക്കുന്നത്. നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരമാണ് 3 പേർക്ക് നോട്ടീസ് ലഭിച്ചിട്ടുള്ളത്. അതിൽ 2 പേർ വടകര സ്വദേശിയും ഒരാൾ കൊയിലാണ്ടി സ്വദേശിയുമാണ്. അതിൽ കൊയിലാണ്ടി പുത്തൻപുര വളപ്പിൽ ഹംസയ്ക്കും കുടുംബത്തിനുമാണ് നോട്ടീസ് ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ മാത്രമാണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ഇദ്ദേഹം 2007 അദ്ദേഹം കേരളത്തിലാണ് ജനിച്ചതെങ്കിലും തൊഴിൽ തേടി ഹംസ ഇത്തരത്തിൽ കറാച്ചിയിലേക്ക് പോയതായിരുന്നു. 2007 കേരളത്തിലേക്ക് തിരികെ വന്നെങ്കിലും പൗരത്വത്തിന് വേണ്ടി അപേക്ഷിച്ചിരുന്നു. എന്നാൽ ഈ പൗരത്വം ഇതുവരെ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് പാകിസ്ഥാൻ പാസ്പോർട്ട് ഉണ്ട്. നിലവിൽ കേരളത്തിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. അദ്ദേഹത്തിന്റെ സാഹചര്യങ്ങളെല്ലാം തന്നെ കേരളത്തിലാണ് ഉള്ളത്. മറ്റാളുകൾ എല്ലാവരും തന്നെ കേരളത്തിലാണ് ഉള്ളത്. അതിനാൽ തന്നെ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് തങ്ങൾക്ക് രാജ്യത്ത് തുടരാനുള്ള അനുവാദം നൽകണമെന്ന അപേക്ഷയും അദ്ദേഹം നൽകുന്നുണ്ട്. എന്നാൽ അതിലൊരു കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഇതുവരെയും അധികൃതരുടെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടില്ല. ഈ ഓരോ ആളുകൾക്കും അവരുടെ പോലീസ് സ്റ്റേഷനിൽ നിന്നുമാണ് ഈ നോട്ടീസ് ലഭിച്ചിട്ടുള്ളത്. ഈ കൊയിലാണ്ടി സ്വദേശിക്ക് കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ നിന്നുമാണ് നോട്ടീസ് ലഭിച്ചിട്ടുള്ളത്. അതിപ്രകാരം നാളെ വരെ മാത്രമേ അവർക്ക് രാജ്യത്ത് തുടരാൻ അനുവാദമുള്ളൂ. അതിനുശേഷം അവർ രാജ്യത്ത് തുടർന്നാൽ ശരി, ബെൻസൺ വ്യക്തമാണ്.